നമസ്കാരം. എന്റെ പേര് സിരാജ് എന്നാണ്. ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പേരെന്നൂടെ പറയാം, സിരാജ് എന്നാണ് പേര്, സിറാജ് അല്ല. പേര് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പേര് കേട്ടിട്ട് എന്നെ വല്ല SDF സുഡാപ്പിയാണെന്നോ അല്ലെങ്കിൽ ഐസിസ് തീവ്രവാദിയാണെന്നോ തെറ്റിദ്ധരിക്കാണ്ടിരിക്കാനാണ് പറഞ്ഞത്. ഇപ്പോ ഞാൻ BJP-കാരനാണ്, ഹിന്ദുവാണ്. ഞാൻ ഹിന്ദുവാണ്, BJP-കാരനാണ്. BJP-കാരനാണെന്ന് പറയാൻ കാര്യം, BJP-യുടെ പല നയങ്ങളും എനിക്കിഷ്ടമാണ്. അവർ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തികൾ നല്ല കാര്യങ്ങൾ ഇഷ്ടമാണ്. അതെല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ BJP-യെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ, ഒരു ഹിന്ദു ആയതുകൊണ്ട് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനിപ്പോ ഇപ്പം റമദാൻ മാസമാണ്. മുന്നത്തെ പോലെ തന്നെ ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, 30 ദിവസം നോമ്പ് പ്രാവശ്യം പിടിക്കുന്നുണ്ട്. അതൊന്നും ഒരു മതത്തിന് മറ്റൊരു മതത്തിന് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചിന്തിച്ചുകൊണ്ടല്ല. അതായത് വർഷത്തിൽ 365 ദിവസത്തിൽ ഒരു 30 ദിവസം നോമ്പെടുക്കുന്നതുകൊണ്ട് ശരീരത്തിന് നല്ലതാണ്. ആഹാരമില്ലാത്ത എത്രയോ പേരുണ്ട്, സപ്പോർട്ട് അല്ലെങ്കിൽ എന്താ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. സംസാരിക്കാൻ വന്ന കാര്യം മറ്റൊന്നുമല്ല, ഭക്ഷണത്തെ കുറിച്ചാണ്. ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ നാട്ടില് കന്നുകാലി വധ നിരോധനം എന്നൊരു നിയമം വന്നതായിട്ട് അറിഞ്ഞു. അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും രണ്ടുപേരും ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ ഇതുവരെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നോ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ല. ഇനി BJP-കാർ പറയുന്നത് പോലെ തന്നെ ഗോവധത്തിന്റെ കന്നുകാലി വധ നിരോധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുക, നല്ല ബീഫ് ലഭിക്കുക, ഈ അറബ് ശാലകളിലെ ഹൈജീനിക് ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. രോഗം വന്ന കന്നുകാലികളെ കൊന്നിട്ട് അത് വൃത്തിഹീനമായ സ്ഥലത്തിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നടപടിയൊക്കെ നിരോധിക്കാൻ വേണ്ടിയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ എങ്ങനെ കന്നുകാലികളെ കൊല്ലണമെന്നും അവ എങ്ങനെ ചെക്ക് പോസ്റ്റ് വഴി കടന്ന് എങ്ങനെ എത്തണമെന്നും അതിന് വെറ്ററിനറി ഡോക്ടർമാർ ചെക്ക് ചെയ്യണമെന്നും അറവശാലകൾ ഹൈജീനിക് ആയിരിക്കണമെന്നും അതിന്റെ മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും എല്ലാം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നിയമങ്ങൾ. പക്ഷേ ഈ നിയമങ്ങൾ നാട്ടിൽ പാലിക്കുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ എങ്ങനെ പാലിപ്പിക്കാം എന്നതാണ് സർക്കാർ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ കന്നുകാലികളെ ഇനിയിപ്പം വിൽക്കണമെങ്കിൽ ഭയങ്കര നിയമങ്ങൾ പറയുന്നത് കേട്ട്. അതിന് എന്താണ് ആധാർ കാർഡ് വേണമെന്നാ, ലൈസൻസ്, ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നാ, എന്തൊക്കെയോ. ഇതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞത് അതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ഗോവധം, പശുവിനെ മാതാവാരി കാണുന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ മാത്രമേ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത്. ഞാൻ പശുവിനെ തന്നെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. എന്റെ പശു മോനെന്ന് വിളിച്ചിട്ടില്ല. എന്റെ അമ്മ മാത്രം എനിക്ക് ആഹാരം വാരി തന്നിട്ടില്ല. പശു എനിക്ക് ആഹാരം വാരി തന്നിട്ടില്ല. എന്നെ കുളിപ്പിച്ചിട്ടുള്ളത് എന്റെ അമ്മയാണ്. പശു എന്നെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അമ്മയെന്ന് വിളിക്കുക, എനിക്ക് പ്രായത്തിന് മുതിർന്ന സ്ത്രീകളാണെങ്കിൽ ഞാൻ അമ്മയെന്ന് വിളിക്കാറുണ്ട്. അത് വേറെ അർത്ഥത്തിലാണ്, മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. പിന്നെ പശു നമുക്ക് പാല് തന്നൊരു കാര്യം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊന്നുമല്ല. പശു അതിന്റെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന പാല് പശുവിന്റെ സമ്മതം ഇല്ലാണ്ട് കറവക്കാരെ കറന്നെടുത്ത്, ബലമായിട്ട് കറന്നെടുത്ത് എനിക്ക് തന്നെ ഞാൻ കുടിച്ച്. അല്ലാണ്ട് ഞാൻ പോയി പശുവിന്റെ അടിയിൽ പോയി അവിടെ പോയി പാല് കുടിക്കഴിഞ്ഞാൽ ഈ പശു എന്റെ കാല് വാരി തൊഴിച്ചപ്പോ തല്ലി കൊന്നറിയുണ്ട്. കാരണം പശുവിനറിയാം ഞാൻ പശുവിന്റെ കുഞ്ഞല്ലെന്നറിയാം, ഞാൻ മനുഷ്യ കുഞ്ഞാണെന്നറിയാം. പശു തന്നെ അവിടെ കൊല്ലും. പശുവിന്റെ പാല് അതിന്റെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന പാല് മോഷ്ടിച്ചതാണ്. മാത്രമല്ല നമ്മൾ പശുവിന്റെ പാല് മാത്രമല്ല കുടിക്കുന്നത്, എരുമയുടെ പാലും കുടിച്ചിട്ടുള്ളവരുണ്ട്, ആടിന്റെ പാലും കുടിക്കാം. അപ്പൊ ഇതെല്ലാം നമ്മുടെ മാതാവൊന്നും ആകത്തില്ല. അപ്പൊ ജാഗ്രത ചോദിക്കുന്നുണ്ടാകും, നീ പട്ടിയുടെ പാല് കുടിച്ചിട്ടുണ്ടാകുന്നത്. ഏട്ടാ, അമ്മാരി ഊള കമന്റൊന്നും വിലയില്ല, അതൊന്നും കാര്യമില്ല, വെറുതെ ചോദിക്കുന്നത്. അപ്പൊ പശുവിന്റെ പാല് കുടിച്ചതുകൊണ്ട് പശു മാതാവെന്ന് മാത്രമല്ല, പശു ഒരു ജീവി, നല്ല ജീവി, അതിന്റെ പാല് കുടിക്കാൻ തന്നെ ഉണ്ട്. പിന്നെ പശുവിനെ ആരാധിക്കുന്നത് നോർത്ത് ഇന്ത്യക്കാർ ആരാധിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യക്കാർ ആരാധിക്കുന്ന വെച്ചാൽ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വന്നതാണത്. അവര് കൊച്ചിലെ തന്നെ ജനിച്ച് വളർന്നപ്പോഴത്തേക്ക് പശുവിനെ ആരാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഗോമാംസം കൂട്ടുന്നില്ല. ഇതെല്ലാം അവരുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വന്ന കാര്യങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളത്തിൽ നമ്മുടെ സംസ്കാരം പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നോർത്ത് ഇന്ത്യക്കാരെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ ഒരർത്ഥവുമില്ല. നമുക്ക് ഇവിടത്തെ ഉള്ള കാര്യം പറയാലോ. ഇവിടത്തെ 85% BJP-ക്കാരും ബീഫ് കഴിക്കുന്നവർ തന്നെയാണ്. നേതാക്കന്മാർ ഉൾപ്പെടെ കഴിക്കുന്നവർ തന്നെയാണ്. അല്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് പൊങ്കാലയിടാൻ വരുന്നവരുണ്ടാവും, ആയിക്കോട്ടെ. പക്ഷെ ഉള്ള സത്യം പറയാലോ, BJP-ക്കാരെ കഴിക്കും. അത് പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിവിടെ ഗോവ നിരോധിച്ചില്ല, നമ്മൾ ആ സംസ്കാരത്തിൽ വളർന്നു വന്നവരല്ല. പിന്നെ എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? നമ്മളെല്ലാം കഴിക്കാറുണ്ട്.
ഇനി ആരെങ്കിലും കഴിക്കാണ്ടിരിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ മേ ബി അവര് നോൺ വെജ് കഴിക്കാത്തവരായിരിക്കും, വെജിറ്റബിൾ മാത്രം ആയതുകൊണ്ടായിരിക്കും, അല്ലാണ്ട് BJP-കാരനായതുകൊണ്ട് മാത്രമല്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യ ആയാൽ പോലും ബീഫ് കഴിക്കാണ്ടിരിക്കുന്നത് BJP-കാർ മാത്രമല്ല, എല്ലാ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരും അവരുടെ സംസ്കാരത്തിനനുസരിച്ച് അത് BJP-കാരനല്ല, എല്ലാവരും മാംസം കഴിക്കാത്തവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് പാർട്ടി നോക്കിയല്ല, അതാണ് സത്യാവസ്ഥ. അപ്പൊ അതിനെ നമ്മൾ ഫോളോ ചെയ്യാൻ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും ശരിയായ പ്രവൃത്തിയല്ല. ഒരുപാട് അന്യമതസ്ഥരായ ആൾക്കാർ BJP-യുടെ പ്രത്യേകിച്ച് മോദിജിയുടെ BJP-യുടെ ഭരണം കണ്ടുകൊണ്ട് അന്യമതസ്ഥരായ ഹിന്ദുക്കളായ മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ് ഒരുപാട് പേര് കടന്നു വരുന്നത്. അപ്പൊ അവരെല്ലാം നമ്മൾ കണ്ടില്ലാതെ നടിക്കരുത്, അത് നമുക്ക് ദോഷം ചെയ്യും. ഒരിക്കലും BJP-ക്ക് ഹിന്ദുക്കളുടെ മാത്രം വോട്ട് കൊണ്ട് ഇവിടെ ഭരണത്തിൽ എത്താൻ കഴിയുന്നില്ല. നമുക്ക് മറ്റു മതസ്ഥരുടെ സപ്പോർട്ട് വേണം, അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അവരെ മാത്രമല്ല, ഈ ബീഫ് കഴിക്കുക എന്നുള്ളത് മറ്റു മതക്കാരെ പോയിട്ട് BJP-കാരെ പോലും ബുദ്ധിമുട്ടുന്ന കാര്യമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ നിയമം നല്ല ഉദ്ദേശത്തോട് കൂടിയാണെന്നുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണം, അത് വ്യക്തമാക്കി ജനങ്ങളെ മുന്നിൽ എത്തിക്കണം, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കി ദയവ് ചെയ്ത് മുന്നിൽ എത്തിക്കണം. എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അതിൽ വിശ്വാസം വരുന്നുള്ളൂ. ഇപ്പൊ ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതിന്റെ ഫലം ഉണ്ടാകാൻ പോകുന്നത് വേറെ ആർക്കുമല്ല, കന്നുകാലികളെക്കാൾ കൂടുതൽ ഗുണം ഉണ്ടാകാൻ പോകുന്നത് ഇവിടുത്തെ CPM-മാർക്കാണ്. ഈ നിയമത്തെ അവർ വേണ്ട വിധത്തിൽ അവർ യൂസ് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഫലം ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ CPM-നാണ്. അത് നമ്മുടെ നേതാക്കന്മാർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് ശരിയായ ഒരു തീരുമാനം എടുക്കണം. ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റണം. പിന്നെ ഓക്കെ, ഗോവധ നിരോധന നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് നല്ല ഭക്ഷണം ലഭ്യമാക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ അറവുശാലകളെ നിയന്ത്രിക്കുക, വൃത്തിഹീനമായ അറവുശാലകളെ നിയന്ത്രിക്കുക, രോഗം വന്ന മൃഗങ്ങളെ കടത്തിക്കൊണ്ടുവരുന്നത്, ഇതൊക്കെ നിയന്ത്രിക്കാനും വേണ്ടത് നല്ല കാര്യമാണ്. അതുകൊണ്ട് നിയമമുണ്ട്, അത് ആ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. കാരണം അത്രയും ക്രൂരമായിട്ടാണ് കന്നുകാലികളെ കൊണ്ടുപോകുന്നത്. നമ്മളെല്ലാം അത് ജാതി മത ഒന്നും നോക്കണം, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. 50 കന്നുകാലികളെ പോലും കയറ്റാൻ കഴിയാത്തതിന് 100-150 കയറ്റിക്കൊണ്ടുവരുന്നത്. ഇവ തളർന്ന് വീഴുന്നവരെ എണീപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതിന്റെ കണ്ണില് മുളക് ഉടച്ചു വെക്കുന്നുണ്ട്, നമ്മൾ കാണുന്നതാണ്. വാല് വലിച്ച് ഒടിക്കുന്നുണ്ട്, മൂക്കിനകത്ത് പറയാൻ ഒരുപാട് ക്രൂരതകൾ സത്യമാണ്. അതൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായ കാര്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന്റേതായ നിയമം ഓൾറെഡി ഉണ്ട്. ആ നിയമത്തെ നടപ്പിലാക്കുക. പുതിയ നിയമം ആയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണ ദോഷം ചെയ്യും. ഇപ്പൊ മോദിജി നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, ശരിയാണ്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ഫലം ഉണ്ടാകുകയും ചെയ്തു. തൊട്ടടുത്ത ഇലക്ഷനിൽ BJP-ക്ക് യാതൊരു നഷ്ടം ഉണ്ടാകാതെ തന്നെ വൻ ഭൂരിപക്ഷം വീണ്ടും നേടി. നല്ല കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ കൊണ്ടുവന്ന നിയമം ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ട നടപടികൾ കേന്ദ്ര നേതാക്കൾ എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് അതിന് വിശദീകരണം നൽകണം. എങ്കിൽ മാത്രമേ ഈ തെറ്റിദ്ധാരണ മാറുള്ളൂ. അല്ലെങ്കിൽ ദോഷം ചെയ്യും, ഒരു സംശയം വേണ്ട. അടുത്ത ഇലക്ഷനിൽ നമുക്കറിയാൻ പറ്റും ഇത് ദോഷം ചെയ്യും. കാരണം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. രാജ്യദ്രോഹികളെന്ന് ഞാൻ പറയുന്നുണ്ട്, രാജ്യദ്രോഹികളായ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്, സത്യമാണ്. അപ്പോ അവരിത് യൂസ് ചെയ്യുകയും ചെയ്യും. അതിന്റെ ഫലം അവർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് എല്ലാ സംഘ സഹോദരന്മാരും BJP-ക്കാരും മുന്നോട്ട് വരണം. നമസ്തേ.